അമ്മച്ചിക്ക് തനിച്ച് നടക്കാനായിട്ട് പറ്റില്ലായിരുന്നു. എണീക്കാനായിട്ട് വേറൊരാളുടെ സഹായം വേണം. വടിയും അതുവരെയും നടന്നിരുന്നു. 2 ആഴ്ചകളായിട്ട് വടിയിലൊട്ടും നടക്കുന്നില്ല. അങ്ങനെ തീർത്തും വയ്യാത്തൊരു സ്റ്റേജ് ആയിരുന്നു. ഞങ്ങള് ഫേസ്ബുക്കിൽ നിന്നാണ് ഈ ജോയിന്റ് മാനിപ്പുലേഷൻ ട്രീറ്റ്മെന്റിനെ കുറിച്ച് കേൾക്കുന്നത്. അത് മനസ്സിലാക്കിയപ്പോൾ അതേക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ വന്നു. ഡോക്ടർ വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഇപ്പോൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം അമ്മച്ചി നന്നായിട്ട് നടക്കുന്നുണ്ട്. വടിയുടെ സഹായം ഇല്ലാതെ, ആളുടെ സഹായവും ഇല്ലാതെ നടക്കാനായിട്ട് ഇപ്പൊ പറ്റുന്നുണ്ട്. ഇത്രയും അയവ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഈ ജോയിന്റ് ഒക്കെ ഇങ്ങനെ സ്റ്റിഫ് ആയതുകൊണ്ടായിരിക്കാം മുട്ടും തന്നെ കാലുകൾക്ക് തന്നെ എടുത്ത് വെക്കാനുള്ള ഒരു ശേഷി ഇല്ലായിരുന്നു. ഇപ്പോ അത് ശരിക്കും നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. അനുഭവം കണ്ടെങ്കിലും അത്ര കാര്യമായിട്ട് അങ്ങനെ നടക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം അത്രയും കാലുകൾ എടുത്ത് വെക്കാനായിട്ട് അമ്മച്ചി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്തത് നന്നായി എന്ന് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി നാള് മുമ്പേ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നടന്നിരുന്നേനെ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു ട്രീറ്റ്മെന്റ് നല്ലതാണ്. ഈ ജോയിന്റ് മാനിപ്പുലേഷൻ ട്രീറ്റ്മെന്റ് കൊണ്ട് ഈ കാലുകളുടെ മുട്ടുകൾക്കൊക്കെ അയവ് കിട്ടും. ഇനി തുടർന്നും ഇത് കുറേശ്ശെ ഈ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ റെഗുലർ എക്സസൈസ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാലുകൾക്ക് കുറച്ചുകൂടി ശേഷി കിട്ടും, നടക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അമ്മച്ചിയുടെ കാലുകളില് ഇത്രയും ബലം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്ര വിശ്വാസം ഇല്ലായിരുന്നു എനിക്ക്. ഇപ്പൊ ഡൗട്ട്സ് ക്ലിയർ ആകുന്നുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നടക്കാൻ പറ്റും. അത്രയില്ല. ഈ കാല് ഇങ്ങനെ പൊക്കാനോ നീക്കി വെക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഇപ്പൊ അത്രയും കുഴപ്പമില്ല.